ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈം ആൻഡ് ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ഐസ്ക്രീമാണ്. അമൃതം പൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കും ചെയ്യാലോ നമുക്ക്. വലിയവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ഐസ്ക്രീം ഇഷ്ടാവും. അമൃതം പൊടി കൊണ്ട് നമുക്ക് വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഈ ഒരു ഐസ്ക്രീം ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ട് നമുക്കത് നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് അധിക സമയവും വേണ്ട. വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അമൃതം പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതിനായിട്ട് റെഡ് കളറിലുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ സ്പെഷ്യൽ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ അമൃതം പൊടിക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം. അപ്പോൾ ഇത് അധികമൊന്നും വേണ്ട, വെറും 3 ടേബിൾ സ്പൂൺ മാത്രം മതി. ഈ ഒരു സ്പൂണിന് 3 ടേബിൾ സ്പൂണാണ് ഞാൻ അളന്നെടുത്തത്. ഈ അമൃതം പൊടി നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് പാലാണ്. 1/2 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലിന് വേണ്ട കണക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിലധികം അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പാലിലൊന്നും ഒട്ടും വെള്ളം ചേർക്കാതെ 1/2 ലിറ്റർ പാല് തന്നെ എടുക്കണം. അപ്പോൾ ഈ അമൃതം പൊടിയിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ അമൃതം പൊടി കലക്കി എടുക്കാൻ വേണ്ടിയുള്ള പാല് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് കൂടാതെ ഈ മുഴുവനായ പാലിലേക്ക് അമൃതം പൊടി ഡയറക്റ്റ് ഇട്ട് കൊടുക്കാനും പാടില്ല. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമൃതം പൊടി കട്ട ആയിട്ട് പാലിൽ തന്നെ കിടക്കും. അതുകൊണ്ടാണ് കുറച്ച് പാല് മാത്രം ഒഴിച്ചിട്ട് നന്നായി കലക്കിയെടുത്തതിന് ശേഷം മാത്രം ഇത് പാലിലേക്ക് ചേർക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇത് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമ്മൾ പാലിൽ കലക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ അമൃതം പൊടിയുടെ അളവ് ഒരിക്കലും കൂടി പോകരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് വല്ലാതെ കുറുകിപ്പോകും. അപ്പം ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ അമൃതം പൊടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ അത് കൂടാതെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത് വെള്ളത്തിലൊന്നും കലക്കിയെടുക്കാൻ പാടില്ല. ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് തന്നെ കലക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പച്ചവെള്ളമൊക്കെ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറും. അതുകൊണ്ട് പാലും അമൃതം പൊടിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഒട്ടും കട്ടകളില്ലാതെ പാലിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന അമൃതം പൊടി പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പാലിപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചതൊന്നല്ല ഉപയോഗിക്കുന്നത്, ഫ്രഷ് ആയിട്ട് വാങ്ങിയ പാക്കറ്റ് പാലാണ്. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, തിളപ്പിക്കാതെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നാൽ നമുക്കിതിനി തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഈ പാല് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ഈ സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഞാനിവിടെ ഇതുപോലുള്ള 2 കൈയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിന് കണക്കായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു സമയം മധുരം കുറച്ച് കൂടുതൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് തണുത്ത് വരുമ്പോൾ കറക്റ്റായ മധുരമായി കിട്ടുള്ളൂ. ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം ഉണ്ടായാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടാണ് പഞ്ചസാര ചേർക്കുന്നതെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് മധുരം ഇല്ലാത്തതുപോലെ ഉണ്ടാകും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയത്ത് മധുരം കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം. നമുക്കിനി ഇത് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം. നല്ലവണ്ണം കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രമാത്രം കുറുകി വരണമെന്ന് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഐസ്ക്രീമിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഏലക്ക പൊടിയോ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ പാല് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. അതിനൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം.
ഇളക്കിയിട്ടില്ലെങ്കിൽ അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ എന്തായിട്ടും അത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ അമൃതം പൊടി കലക്കി എടുക്കുമ്പോൾ കുറച്ച് കട്ടകൾ ഉണ്ടെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതൊക്കെ പോയി കിട്ടും. മാക്സിമം കട്ടകൾ ഇല്ലാതെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അമൃതം പൊടി കഴിക്കാത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായിട്ടും കഴിക്കും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെയാണ് നമുക്ക് ഇത് കുറുക്കിയെടുക്കേണ്ടത്. അധികം കുറുക്കിയെടുത്താൽ ഇതിൻ്റെ ചൂടാറി വന്നാൽ ഇത് കുറച്ചുകൂടി കുറുകി വരും. അപ്പോൾ അത് വല്ലാതെ കട്ടിയായി പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാത്രം നിങ്ങൾ കുറുക്കിയെടുത്താൽ മതി. തിളച്ച് കഴിഞ്ഞിട്ടും കുറച്ച് സമയം കൂടെ മാത്രം കുറുക്കിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് തണുത്ത് വരണം. തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആവാനും പിന്നെ ആ ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചറൊക്കെ വരാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബീറ്ററോ ക്രീമോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചർ ആക്കുന്നത്. അതാണ് മെയിൻ കാര്യം. ഇങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് നല്ല അടിപൊളി ഐസ്ക്രീം തന്നെ ആവും. അപ്പോൾ ഇത് ചൂടോടെ മിക്സിയിലിട്ട് അടിക്കരുത്. തണുത്ത് വന്നതിന് ശേഷം മാത്രം നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടെ നല്ല കട്ടിയായി കിട്ടിയിട്ടില്ലേ ഇത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇപ്പോൾ പതഞ്ഞ് വന്നിട്ട് കാണുന്നില്ലേ? അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. 2 മണിക്കൂറാണ് നമുക്ക് തണുപ്പിച്ചെടുക്കേണ്ടത്. ഇത് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിവിടെ കട്ടയായി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അടിച്ചെടുക്കണം. ഇനിയിപ്പോൾ 2 മിനിറ്റാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. നല്ല സോഫ്റ്റ് ഐസ്ക്രീമായി വരാനും ഷോപ്പിൽ നിന്നും വാങ്ങുന്ന അതേ സെയിം ഐസ്ക്രീം പോലെ ആക്കി എടുക്കാനുമാണ് നമ്മൾ ഇതുപോലെ 2 തവണ മിക്സിയിലിട്ട് അടിക്കുന്നത്. അപ്പോൾ ഇതെന്തായിട്ടും ചെയ്യണം. ഇത് ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ പതഞ്ഞ് വരുന്നൊരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായി പതഞ്ഞ് വന്നാൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിത് വീണ്ടും ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ എങ്ങനെയാണോ ഫ്രിഡ്ജിൽ നിന്നും ഐസ്ക്രീം എടുത്തത് അത് മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും ചേർത്ത് അടിക്കരുത്. ഈ തണുത്ത് വന്ന ഈ ഒരു ഐസ്ക്രീം മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നല്ലൊരു കണ്ടെയ്നറിൽ തന്നെ ഇത് അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ല എയർ ടൈറ്റായ കണ്ടെയ്നറിൽ തന്നെ അടച്ചു വയ്ക്കണം. കാരണം എന്ന് വെച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഐസ് കെട്ടിയ പോലെ ഉണ്ടാവും. അപ്പം നല്ലൊരു കണ്ടെയ്നറിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐസ്ക്രീം ആയിട്ട് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ട്യൂട്ടി ഫ്രൂട്ടിയോ അതല്ലാന്നുണ്ടെങ്കിൽ നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 8 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് അനുസരിച്ചിട്ടിരിക്കും. കുറച്ച് അധിക സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഓവർനൈറ്റാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു നൈറ്റ് ഫുള്ള് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ 8 മണിക്കൂറാണ് വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സമയം കഴിഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കുക. സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അധികം വെച്ചാലും മതി. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്ത് എടുക്കാം. നിങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് തന്നെ ഇത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് കഴിക്കേണ്ട ആ പാകത്തിലായി വരുള്ളൂ. ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ കഴിക്കാൻ വേണ്ടി പറ്റില്ല ഇത്. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഈ പാത്രം ഇറക്കി വെച്ചാലും മതി. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇളകി കിട്ടുന്നതായി കാണാം. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും സ്കൂപ്പായിട്ട് എടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിന് മുകളിൽ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂട്ടി ഫ്രൂട്ടിയോ അതല്ലാന്നുണ്ടെങ്കിൽ നട്ട്സോ ചെറിയ കഷ്ണങ്ങളാക്കിയ നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഐസ്ക്രീമാണിത്. ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.